കർക്കിടകൻ രാശിക്കാർക്ക് അഷ്ടമത്തിലാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു തീർച്ചയായിട്ടും നമുക്ക് ഈ പാരമ്പര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ളതാണെങ്കിൽ അതൊക്കെ പാരമ്പര്യ സ്വത്തുക്കൾ കിട്ടാനുണ്ട്. വല്ല കേസ് വഴക്കുകളൊക്കെ നടന്നിട്ടുണ്ട്, പെട്ടെന്നാണ് അതിൻ്റെ വിധി വരിക. പാരമ്പര്യമായിട്ട് സ്വത്തുക്കൾ പെട്ടെന്ന് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള ഒരു അവസരം വരും അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന സമയത്ത്. പെട്ടെന്ന് പൈസ കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ വരുന്നതും നഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് നമുക്ക് പണ്ടൊരു സർജറിയൊക്കെ പറഞ്ഞതായിരുന്നു, പിന്നെ നമ്മൾ തട്ടിമുട്ടിയൊക്കെ പോയിട്ടുണ്ടാവുക, ചിലപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും അതിനകത്തുള്ള ഒരു ചാൻസ് ഒക്കെ വരാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വേഗം ഡോക്ടറെ കാണുക. പിന്നെ അഷ്ടമം ആയതുകൊണ്ട് നമ്മൾ ഈ ബ്ലാക്ക് മാജിക്കുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനകത്തോട്ട് നമുക്ക് താല്പര്യം വരും ഈ വ്യക്തിക്ക്. അതായത് അയാൾക്ക് തോന്നും ഇങ്ങനെയൊക്കെ പോയാൽ കുറച്ചുകൂടി ഷോർട്ട് കട്ടുകൾ തേടുന്ന ഒരു സ്വഭാവം വരും. അപ്പം നമുക്ക് ആ കാര്യങ്ങളിലോട് ഈ വ്യക്തിക്ക് പ്രത്യേക ഒരു മമത ഉണ്ടാവും. അപ്പം അങ്ങനെ പോകാൻ മനസ്സ് തോന്നിയാൽ പിടിച്ചു വലിച്ചോളണം. അതാണ് അവരോട് പറയാനുള്ളത്. കർക്കിടകൻ രാശിക്കാരോട് അതാ പറയാനുള്ളത്. കന്നി രാശിക്കാർക്ക് 6ലാണ് വരുന്നത്. അപ്പം കൂടുതൽ 6 എന്ന് പറഞ്ഞാൽ കടം, ശത്രു അങ്ങനെയുള്ളതാണ്. അപ്പോൾ അവർ കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം, ബാങ്കിൽ നിന്ന് ആ കടം എടുത്ത് അവിടെ നിന്ന് ഇതെടുത്തു അതെടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ അലർജി, അതുപോലെ ഫോറിനായിട്ട് എന്തെങ്കിലും സംഭവം നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് അതിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വഴക്കുകളുണ്ടാകാം. ഇപ്പം ഈ ജോലി സ്ഥലത്താണെങ്കിൽ ഈ ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ വരുമല്ലോ, അപ്പം അതിനൊക്കെ നമ്മൾ അതിനകത്ത് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പെട്ടുപോകുവാണെങ്കിൽ തന്നെയും നമ്മൾ ഒരു ന്യൂട്രലായിട്ട് ഒരു പാവം പോലെ നിൽക്കരുത് ഒരിക്കലും. പാവം പോലെ നിന്ന് ഏറ്റവും നൈസായിട്ടുള്ള ആൾക്കാരെ, ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളവർക്കാണ് എല്ലാ വളർച്ചയും വരുന്നത്. അപ്പം അതുകൊണ്ട് അവിടെയും നമ്മളൊന്ന് സൂക്ഷിക്കണം. എവിടെ നിൽക്കണം, എങ്ങനെ പറയണം, അഭിപ്രായം എന്നൊക്കെ ഉള്ളത് ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് അവരും. പിന്നെ വരുന്നത് തുലാൻ രാശിക്കാരാണ്. തുലാൻ രാശിക്കാർക്ക് 5ലാണ് വരുന്നത്. 5 എന്ന് പറഞ്ഞാൽ മനസ്സാണ്, നമ്മുടെ പൂർവ്വപുണ്യമാണ്, സന്താനമാണ്. അപ്പോൾ സന്താനങ്ങൾ മുഖേന നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സന്താനത്തെ കുറിച്ചോർത്ത് നമുക്ക് സങ്കടം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മനസ്സിനൊരു വ്യക്തതയില്ല. സന്താനത്തിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു അവ്യക്തത വരുമല്ലോ. പിന്നെ അതുപോലെ ഫാൾസ് ആയിട്ട് 5 എന്ന് പറഞ്ഞാൽ ഗുരു സ്ഥാനീയരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഫാൾസ് ആയിട്ടുള്ള ഗുരുക്കന്മാരെ നമ്മൾ സമീപിക്കാൻ, ചിലപ്പോൾ അവർ നമ്മളിലേക്ക് വരാനും ഒക്കെ, തെറ്റായ ഇൻഫർമേഷൻ തരുന്ന ആൾക്കാർ, തെറ്റായ അഡ്വൈസേഴ്സ്, തെറ്റായ ഗുരുക്കന്മാർ, അങ്ങനെയൊക്കെ അവരിലൊക്കെ ചിലപ്പോൾ ചെന്ന് വിടാനൊക്കെ സാധ്യതയുണ്ട്. അവർ നല്ലവരാണെന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ പിന്നീടായിരിക്കും അതൊക്കെ ഫേക്കാണെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ നമ്മൾ ഫോണിൽ വഴി നമ്മൾ പണം ഇരട്ടിപ്പ് അങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് ചെന്ന് ചാടരുത്. ചിങ്ങൻ രാശിക്കാർക്കാകുമ്പോൾ 7ാം ഭാവത്തിൽ കൂടിയാണ്. 7ആണ് നമ്മുടെ കുംഭം എന്ന് പറയുന്നത് അവരുടെ 7ആണ്. അപ്പം അവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രാഹു ചെയ്യുന്നത് പങ്കാളി 7 എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പം അവിടെ ഈ രാഹു വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വിവാഹിതനാണെങ്കിൽ അയാൾക്ക് മറ്റൊരു പ്രണയം ഉണ്ടാകാം. അതായത് എക്സ്ട്രാ മെറിറ്റൽ അങ്ങനെയൊക്കെ മരണം വരും എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 99% പറയാം. പിന്നെ നമുക്ക് ഉപാസനയുള്ള ആള്, സത്യനിഷ്ഠയായിട്ട് പോകുന്ന ആള്, ഈശ്വര വിശ്വാസി, അങ്ങനെ ഇണയോട് ഞാൻ വിശ്വാസം കാണിക്കും എന്ന് ദൃഢനിശ്ചയമുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഇതൊന്നും ബാധിച്ചെന്ന് വരില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ശരിക്കും ഈ സെക്സിന് വേണ്ടി 7ൽ അത് പ്രണയം അല്ല അവിടെ. ഒരാളിൽ ഒരാളിലേക്ക് ഇങ്ങനെ മാറി പോകാനുള്ള ഒരു പ്രവണതയൊക്കെ ചിലപ്പോൾ രാഹു കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ അതാണ് ചിങ്ങൻ രാശിക്കാർ നോക്കാനുള്ളത്. അവരതാണ് പറയാനുള്ളത്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.